കോളേജിൻ്റെ വെബ്സൈറ്റ് mggacmahi.ac.in ആണ്. കോളേജിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അഡ്മിഷൻ്റെ ലിങ്ക് കാണും. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് mggacmahi.ac.in/admission സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ അഡ്മിഷൻ്റെ പേജിലേക്ക് പോകുന്നതാണ്. അഡ്മിഷൻ പേജിൻ്റെ ഒരു ലേ ഔട്ട് ഇങ്ങനെയാണ്. മുകളിൽ സ്ക്രോളിംഗ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ നോട്ടീസ് ഉണ്ടാവും. താഴെ രജിസ്റ്റർ യുവർ ആപ്ലിക്കേഷൻ ഉണ്ടാകും, ലോഗിൻ ഉണ്ടാകും. അതിൽ രജിസ്റ്റർ യുവർ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ പേജിലേക്ക് പോകുന്നതാണ്. രജിസ്ട്രേഷൻ പേജ് ഇതാണ്. അതിൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മിസ്റ്റർ, മിസ്, മാസ്റ്റർ, കുമാരി, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസിഗ്നേഷൻ. സല്യൂട്ടേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മിസ്റ്റർ, മിസ്, മാസ്റ്റർ, കുമാരി നിങ്ങൾ സെലക്ട് ചെയ്യുക. അവിടെ പേര് ടൈപ്പ് ചെയ്യുക. മെയിൽ ഐ ഡി കൊടുക്കുക. മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യുക. മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ ഈ സ്ക്രീനിൽ തന്നെ കിട്ടും. അതിൻ്റെ കൂടെ ഒരു മെസ്സേജ് കൂടി ഉണ്ട്. നിങ്ങളുടെ ഇമെയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ലോഗിൻ ക്രെഡൻഷ്യൽസ് വന്നിട്ടുണ്ടാവുമെന്ന് കാണാൻ പറ്റും. ആപ്ലിക്കേഷൻ നമ്പർ 2400003 ആണ്. ലോഗിൻ പാസ്വേഡ് നിങ്ങളുടെ മെയിലിൽ വന്നിട്ടുണ്ടാകും. ആപ്ലിക്കേഷൻ നമ്പറും ഉണ്ടാവും, പാസ്വേഡും നിങ്ങളുടെ മെയിലുണ്ടാവും. അപ്പോൾ മെയിൽ ഇൻബോക്സിൽ ഇല്ലെങ്കിൽ സ്പാം കൂടെ ചെക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജ്, നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റേജ് ലോഗിനാണ്. ലോഗിൻ ചെയ്യുന്നതിന് മുന്നേ, ഈവൻ രജിസ്ട്രേഷന് മുന്നേ നിങ്ങൾക്ക് ഇതിനകത്ത് പ്രോസ്പെക്ടസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷത്തെ പ്രോസ്പെക്ടസ് ഇതിനകത്ത് കാണാൻ പറ്റും. അതിനകത്ത് എലിജിബിലിറ്റി കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ വായിച്ച് നോക്കുക. ഏതൊക്കെ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് മുഴുവനായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ 2400003 ആയിരുന്നു എൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ. ഞാൻ വേറൊരു ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ടുണ്ട്. ഓൾറെഡി രജിസ്റ്റർ ചെയ്തൊരു ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ട് ഇതിനകത്ത് ചെയ്യാം. അപ്പോൾ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ ഒന്നും വരില്ല. ഓൾറെഡി ഞാൻ ഇതിനകത്ത് ചെയ്ത് വെച്ചത് കൊണ്ടാണ് ഫോട്ടോ ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെയാണ് ഉണ്ടാവുക. അതിൽ ഡാഷ്ബോർഡ് ഉണ്ടാകും. കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഇവിടെ ഉണ്ടാവും. ഇതാണ് നിങ്ങളുടെ അപ്ലിക്കൻറ്റിൻ്റെ ഡാഷ്ബോർഡ്. ഇപ്പോൾ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ എടുക്കുക. കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞ് ഇതിനകത്ത് നമ്മുടെ പേര് ഇവിടെ കാണാം. ഇതിനകത്ത് ഞാൻ 2400003 അല്ല എടുത്തത്, അതിന് മുന്നേ ചെയ്ത് വെച്ചൊരു ആപ്ലിക്കേഷനാണ് എടുത്തത്. സോ ഇതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ഫീ ആൻഡ് ബേസിക് ഡീറ്റെയിൽസ്, അഡ്രസ്സ്, ക്വാളിഫയിങ് എക്സാമിനേഷൻ ചോയ്സസ്, സ്റ്റഡി ഡീറ്റെയിൽസ്, അറ്റാച്ച്മെൻറ്റ്സ്, ഫൈനലൈസ്. ഫീ ആൻഡ് ബേസിക് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്ലിക്കേഷൻ ഫീ എത്രയാണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ പ്രോസ്പെക്ടസിനകത്ത് കൊടുത്തിട്ടുണ്ട്, ഇൻഫർമേഷൻ ബ്രോഷറിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രാൻസാക്ഷൻ നമ്പർ, ഡേറ്റ്, എമൗണ്ട് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഡിഫോൾട്ടായിട്ട് ഇവിടെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും. ആ ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണെന്ന് കലണ്ടറിന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. ഇയറൊക്കെ മാറ്റിയിട്ട് സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ മാഹി റെസിഡൻ്റ് ആണോ അല്ലയോ എന്നുള്ളതിന്, പുതുച്ചേരി റെസിഡൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് yes/no. മാഹി റെസിഡൻസ് അല്ലെങ്കിൽ പുതുച്ചേരി റെസിഡൻസ് ആണ് യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. ഇനി പാരൻസിൻ്റെ, അച്ഛൻ്റെയോ അമ്മയുടെയോ സർവീസ് സർട്ടിഫിക്കറ്റ്, അവർ UT-യിൽ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, യൂണിറ്റ് പുതുച്ചേരിയിൽ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാഫ് ആണെങ്കിൽ നമുക്ക് അവരുടെ സർവീസ് സർട്ടിഫിക്കറ്റ് വഴി നമുക്ക് റെസിഡൻസി ക്ലെയിം ചെയ്യാവുന്നതാണ്. റെസിഡൻസി അല്ല, റിസർവേഷന് വേണ്ടിയിട്ടാണ്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിവിടെ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ നോ തന്നെ കൊടുക്കുക. ബാക്കി ഡീറ്റെയിൽസ്
എൻ്റർ ചെയ്ത് കൊടുക്കുക. NSS NCC സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ഒക്കെ മാഹി റെസിഡൻസിന് മാത്രമേ അതിന് വെയിറ്റേജ് മാർക്കുള്ളൂ. കേരളത്തിലെ കുട്ടികളാണെങ്കിൽ ഇതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണമെന്നില്ല. മാഹി റെസിഡൻസിലെ കുറിച്ച് റെസിഡൻസ് ആണെങ്കിൽ അവർക്ക് ഇവിടെ കമ്മ്യൂണിറ്റി റിസർവേഷൻ ഉണ്ട്. വെർട്ടിക്കൽ ജനറൽ ഇപ്പോൾ S എന്ന് കൊടുത്താൽ ഇവിടെ ആക്റ്റീവ് ആവും. BCM BT EBC MBC OBC SC ST. അതുപോലെ ഹൊറിസോണ്ടൽ റിസർവേഷൻ ഉണ്ട്. എക്സ് സർവീസ്മെൻ, ഫ്രീഡം ഫൈറ്റർ, സ്പോർട്സ് പേഴ്സൺ, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, റൂറൽ റിസർവേഷൻ, ഇത്രയൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എത്ര പെർസെൻറ്റേജ് റിസർവേഷനാണ് കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, പ്രോസ്പെക്ടസിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ കോഴ്സിൻ്റെ നെയിം എഴുതുക, ബോർഡ്, യൂണിവേഴ്സിറ്റി, ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക, രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുക, പാസ്സായത്, എത്ര അറ്റംപ്റ്റ്സ് എടുത്തിട്ടാണ് നിങ്ങൾ +2 ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. ഒന്നിൽ കൂടുതൽ തവണ എടുത്തിട്ടുണ്ട്. ഇമ്പ്രൂവ്മെൻറ്റ് 1 ആയിട്ട് തന്നെ കണക്ക് കൂട്ടും. ഫെയിലായിട്ട് അല്ലെങ്കിൽ സേ എഴുതിയിട്ട് പാസ്സാവുകയാണെങ്കിൽ ഒരു സേ അറ്റംപ്റ്റ് ആണെങ്കിൽ 1+1 ആണ്, 2 ആണ്. എത്ര അറ്റംപ്റ്റ്സ് വഴിയാണ് നിങ്ങൾ +2 ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് 4 സെക്കൻഡ് ലാംഗ്വേജുകളാണ് നമ്മുടെ പഴയ ടേംസിലാണ്, സിലബസ് പ്രകാരമാണ് സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. NEP അനുസരിച്ച് സെക്കൻഡ് ലാംഗ്വേജ് എന്നുള്ള വേർഡല്ല. സോ മലയാളം, ഹിന്ദി, അറബിക്, ഫ്രഞ്ച് ഇത്രയും ലാംഗ്വേജുകളാണ് ഓഫർ ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഒരു ലാഗ് ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ നെറ്റിൻ്റെ കണക്ടിവിറ്റി, ബ്രൗസറിൻ്റെ വേർഷനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് അഡ്രസ് ഫീൽഡിലേക്ക് പോകും. അഡ്രസ് ഫീൽഡ് കംപ്ലീറ്റ് ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. പോയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ അടുത്ത ക്വാളിഫൈങ് എക്സാമിനേഷൻ എങ്ങനെ സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചൂസ് സബ്ജക്ട്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഈ ചൂസ് സബ്ജക്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചിരിക്കുന്ന കോഴ്സുകൾ ഇതിനകത്ത് കാണാം. ഇനി അഥവാ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ പഠിച്ച കോഴ്സ് ഇതിനകത്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ പേപ്പർ 1, അഡീഷണൽ പേപ്പർ 2 എന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ആ കോഴ്സ് മാത്രമേ സെലക്ട് ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ അഡീഷണൽ പേപ്പർ 1, 2, 3. ഫോർ എക്സാമ്പിൾ കേരളത്തിലെ VHSC പഠിച്ച കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചില പേപ്പറുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് അഡീഷണൽ പേപ്പർ 1, 2, 3 സെലക്ട് ചെയ്യാവുന്നത്. അപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് പോകാവുന്നതാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്ന കോഴ്സുകൾ, കാര്യങ്ങളൊക്കെ. എത്ര കോഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അത് മുഴുവൻ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ സാമ്പിളാണ്, മുഴുവൻ കോഴ്സുകളൊന്നും ഇവിടെ കാണിച്ചിട്ടില്ല പഠിച്ചത്. സേവ് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം സേവ് ചെയ്യുക. നോക്കുക, ഇത് ഔട്ട് ഓഫ് 200 ആണ്. നിങ്ങൾ ഔട്ട് ഓഫ് 100 ആണ് നിങ്ങളുടെ മാർക്കെങ്കിൽ ഔട്ട് ഓഫ് 100 കൊടുക്കുക. 100ലെ മാർക്സ് നിങ്ങൾ സെക്യൂർ ചെയ്തിരിക്കുന്ന മാർക്സ് ഔട്ട് ഓഫ് 100 എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. 200ലാണ് 200 ഔട്ട് ഓഫ് 200 കൊടുക്കുക. സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകും. ചോയ്സസ് നിങ്ങളുടെ എലിജിബിലിറ്റി ഇംഗ്ലീഷ്, മലയാളം, എക്കണോമിക്സ്, കൊമേഴ്സ് എന്നീ കോഴ്സുകളിൽ മാഹി റെസിഡൻസിന് മാത്രമായിട്ട് റിസർവ് ചെയ്താണ്, പുതുച്ചേരി റെസിഡൻസിന് മാത്രമായിട്ട്. അപ്പോൾ കേരളത്തിലെ അപ്ലിക്കൻ്റ് ആണെങ്കിൽ ഓൺലൈൻ അപ്ലിക്കേഷൻ സമയത്ത് നമുക്ക് ഈ 4 കോഴ്സുകളും സെലക്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ നിങ്ങൾ പഠിച്ച കോഴ്സിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ചോയ്സസ് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് ഡിസേബിൾഡ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് വേണ്ട ചോയ്സ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്ത് മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ മുഴുവൻ ഡിസേബിൾ ചെയ്തു. ഫിസിക്സ് ആണ് എൻ്റെ ഫസ്റ്റ് ചോയ്സ് എങ്കിൽ ഫിസിക്സ് ഫസ്റ്റ് സെലക്ട് ചെയ്യുക. സെക്കൻഡ് ചോയ്സ് മാത്തമാറ്റിക്സ് ആണ്, സെക്കൻഡ് ചോയ്സ് മാത്തമാറ്റിക്സ് ചെയ്യുക. 4 ചോയ്സുകൾ വരെ കൊടുക്കാം. നമുക്ക് 4 ഓപ്ഷൻസ് സെലക്ട് ചെയ്യാവുന്നതാണ്. 4 കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഇത്രയും കൊടുത്തു. സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 10th 11th 12th ഏതൊക്കെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. സോ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് സെലക്ട് ചെയ്യാവുന്നതാണ്, ആഡ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ 8, 9, 10 ഇവിടെ ടൈപ്പ് ചെയ്യുകയും ചെയ്യാം. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക. 10th 11th 12th മാത്രമേ ആവശ്യമുള്ളൂ. അതുപോലെ ഈ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഇപ്പോൾ ഡെസിമൽ പ്ലേസ് ഉണ്ട്. 99.5 ആണെന്ന് വിചാരിക്കുക. 99 എന്ന് കൊടുത്താൽ മതി. 0.5 അവിടെ എടുക്കില്ല. ജസ്റ്റ് ഇത് വേറെ ആവശ്യത്തിനൊന്നുമല്ല, ജസ്റ്റ് ഒരു ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി, ഇൻഫർമേഷന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇത് വേറെ മെറിറ്റ് ലിസ്റ്റ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇത് ബാധിക്കില്ല. അത് നിങ്ങൾ ഈ ക്വാളിഫൈങ് എക്സാമിനേഷൻ കൊടുത്തിരിക്കുന്ന മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മെറിറ്റൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സ്റ്റഡി ഡീറ്റെയിൽസിൽ ജസ്റ്റ് 85.9 ആണെന്ന് വിചാരിക്കുക. 85.9 കൊടുക്കേണ്ട 85 എന്ന് കൊടുത്താൽ നിങ്ങൾ റൗണ്ട് ചെയ്തിട്ട് 86 എന്ന് കൊടുത്ത് 85.9 ആണെങ്കിൽ ഓക്കെ, അത് സെലക്ട് ചെയ്യുക. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യുക. നിങ്ങളിത്
ഞാനിവിടെ 10th കൊടുക്കുകയാണ്. ഓൾറെഡി ഞാൻ കൊടുത്ത് വെച്ചൊരു ഡാറ്റയാണ്. അത്രയും ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ഇത് അറ്റാച്ച്മെൻറ്റ്സ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോകും. അറ്റാച്ച്മെൻറ്റ്സിനകത്ത് നമ്മുടെ ഫോട്ടോ ബ്രൗസ് ചെയ്യുക. ഫോട്ടോ എവിടെയെങ്കിലും സിസ്റ്റത്തിൽ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഈ ബ്രൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഫോട്ടോ സെലക്ട് ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോയുടെ കറക്റ്റ് സൈസിലൊക്കെ ആണെങ്കിൽ എത്രയാണ് സൈസ് എന്നുള്ളതൊക്കെ ഇൻഫർമേഷൻ ബ്രോഷറിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫോർമാറ്റ് JPEG, PNG ഈ ഫോർമാറ്റുകളായിരിക്കണം, സൈസ് ഇത്ര KB ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഇൻഫർമേഷൻ ബ്രോഷർ ചെക്ക് ചെയ്യുക. അതുപോലെ സിഗ്നേച്ചറാണ് വേണ്ടത്. ഞാൻ അവിടെ സിഗ്നേച്ചറിൽ ജസ്റ്റ് ഒരു ഡെമോ ഒരു ഇമേജ് ഫയൽ അറ്റാച്ച് ചെയ്തേ ഉള്ളൂ. അപ്പോൾ അതേപോലെ അടുത്തത് ഇപ്പോൾ SSLC നിങ്ങളുടെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ആ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് 1 by 1 ആയിട്ട് അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ കാണും. ഫോട്ടോ കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോ ഇവിടെ വരും, ഇമേജ് ഇവിടെ വരും, സിഗ്നേച്ചർ അറ്റാച്ച് ചെയ്തിട്ട് സിഗ്നേച്ചർ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ അറ്റാച്ച് ചെയ്ത ഫയൽ മാറിപ്പോയി എന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് വീണ്ടും ചെയ്യണമെങ്കിൽ നിങ്ങളിത് ഇൻറ്റു ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് വീണ്ടും ഒന്നുകൂടെ ബ്രൗസ് ചെയ്താൽ മതി. ആ ബ്രൗസ് ചെയ്തിട്ട് എവിടെയാണോ ഉള്ള ഫയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫയൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേ ഫയലിൻ്റെ പേര് ഇവിടെ മാറിയിട്ട് വരുന്ന കാണാം. അത് മാറിയിട്ട് ഇവിടെ പുതിയ ഫയലിൻ്റെ പേര്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് വീണ്ടും മാറ്റണമെന്നാണെങ്കിൽ ഒന്നുകൂടെ അടുത്ത സെലക്ട് ചെയ്തിട്ട് മാറ്റി ചെയ്യാം. ഇപ്പോൾ പേര് വീണ്ടും മാറിയിട്ട് വന്നത് കാണാം. അവിടെ നിങ്ങൾ ഐ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അറ്റാച്ച് ചെയ്ത ഫയൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. PDF ഫയൽ കറക്റ്റായിട്ട് ഓപ്പൺ ആയിട്ട് വരും. ഒരു സമയം എടുക്കുന്നേ ഉള്ളൂ. ഫയലിൻ്റെ സൈസിനനുസരിച്ച് നിങ്ങളുടെ നെറ്റിൻ്റെ കണക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്തിട്ട്. നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഫയൽ മാത്രം അപ്ലോഡ് ചെയ്യുക. ഏതൊക്കെയാണ് നിങ്ങളുടെ എലിജിബിലിറ്റിക്ക് അനുസരിച്ചുള്ളത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യുക. HSC മാർക്ക് ലിസ്റ്റ് കിട്ടിയില്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രിൻ്റ് ഔട്ട് ആണെങ്കിൽ അത് അപ്ലോഡ് ചെയ്താലും മതി. സേവ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യണം. നിങ്ങൾ അറ്റാച്ച് ചെയ്ത ഫയലൊക്കെ അതിൻ്റെ പേരൊക്കെ ഇവിടെ കാണും, ഫോട്ടോ ഇവിടെ വരും, സിഗ്നേച്ചർ ഇവിടെ വരും. അപ്പോൾ ഇത്രയും ചെയ്താൽ അത് കറക്റ്റ് ചെയ്ത് ഇവിടെ കാണുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് പ്രോപ്പറാണെന്ന് പറയാൻ പറ്റുള്ളൂ. സേവ് ചെയ്യുക. ഈ സെക്ഷനിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫൈനലൈസിനകത്തേക്ക് പോയില്ല. കാരണം ഇത്രയും നിങ്ങളിതിനകത്ത് ബാക്കിയുള്ള ഫീൽഡൊക്കെ എംപ്റ്റി ചെയ്യാം. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതിനകത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകുള്ളൂ. പക്ഷേ ഈ സെക്ഷനകത്ത് അറ്റാച്ച്മെൻറ്റ്സിനകത്ത് നിങ്ങൾ മുഴുവൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതിനകത്തേക്ക് പോവില്ല. അപ്പോൾ ഫൈനലൈസ് എന്ന് പറയുന്ന സെലക്ട് ചെയ്യുക. ഫൈനലൈസ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് രജിസ്ട്രേഷൻ പ്രോസസ് എന്ന് കാണും. കംപ്ലീറ്റ് രജിസ്ട്രേഷൻ പ്രോസസ്സിൽ ക്ലിക്ക് ചെയ്ത് അതിനകത്ത് പ്രിൻറ്റ് പ്രിവ്യൂ യുവർ ആപ്ലിക്കേഷൻ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും കൊടുത്ത ഡാറ്റ കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ചെക്ക് ചെയ്യും. ഈ ഒരു ഫോർമാറ്റിലാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഉണ്ടാകുക. ഫോട്ടോ ഒക്കെ ഇവിടെ വരും, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളും ഇവിടെ വരും, നിങ്ങൾ എൻ്റർ ചെയ്ത മുഴുവൻ ഉണ്ടാവും. ഇതിനകത്ത് പ്രിവ്യൂ എന്ന് പറയുന്ന ഒരു വാട്ടർമാർക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇത് ഫൈനൽ ആപ്ലിക്കേഷനിൽ ഇത് ജസ്റ്റ് പ്രിവ്യൂ മാത്രമാണ്. നിങ്ങൾ കൊടുത്തൊക്കെ കറക്റ്റാണ്, എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടോ, ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക. അത്രയും കൊടുത്തതിന് ശേഷം ഇത് ചെക്ക് ചെയ്തതിന് ശേഷം അത് ക്ലോസ് ചെയ്യുക. അത് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതിനകത്ത് ഡിക്ലറേഷൻ ഉണ്ട് അതിൻ്റെ താഴെ. ഇത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഡിക്ലറേഷനിലേക്ക് പോവുക. ഇത് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും തിരിച്ചു പോയിട്ട് എവിടെയാണോ കറക്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കറക്റ്റ് ചെയ്തിട്ട് അതിനുശേഷം തിരിച്ചു വന്ന് വീണ്ടും ഇതേപോലെ വരിക. ഓരോ സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്ത് വന്ന് വീണ്ടും ഫൈനലൈസിലേക്ക് പോവുക. ഏതെങ്കിലും കാരണവശാൽ നിങ്ങളിവിടെ റെസിഡൻസും റിസർവേഷനും കാര്യങ്ങളും മാറ്റുവാണെങ്കിൽ നിങ്ങളുടെ ചോയ്സ് ഓട്ടോമാറ്റിക്കായിട്ട് മാറിപ്പോകുന്നതാണ്. അതുകൊണ്ട് ഫസ്റ്റ് സെക്ഷൻ ഫീ ആൻഡ് ബേസിക് ഡീറ്റെയിൽസിൽ നിങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ അഡ്രസ്സ് മാറില്ല, ക്വാളിഫൈ എക്സാമിനേഷൻ മാറില്ല, നിങ്ങളുടെ ചോയ്സ് നിങ്ങൾ വീണ്ടും സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് നിങ്ങളുടെ ചോയ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചിരിക്കുന്ന കോഴ്സിനെയും ക്വാളിഫൈ എക്സാമിനേഷനെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൂടാതെ നിങ്ങളുടെ റെസിഡൻസിയെ അതുപോലെ റിസർവേഷൻ കാറ്റഗറി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ചോയ്സ് വരിക. അപ്പോൾ നിങ്ങളിവിടെ ഫസ്റ്റ് സെക്ഷനിലോ തേർഡ് സെക്ഷനിലോ അതായത് ഫീ ആൻഡ് ബേസിക് ഡീറ്റെയിൽസിലോ ക്വാളിഫൈ എക്സാമിനേഷൻസിലോ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുവാണെങ്കിൽ ചോയ്സ് നിങ്ങൾ വീണ്ടും മാറ്റി സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ ഇത്രയൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഇത് കറക്റ്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഡിക്ലറേഷൻ ആക്സെപ്റ്റ് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഫൈനലൈസ് ആൻഡ് സബ്മിറ്റ് എന്ന് കൊടുക്കുക. ഫൈനലൈസ് ആൻഡ് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം യു ഹാവ് സക്സസ്ഫുള്ളി സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ എന്ന് കാണാം. ഇനി നിങ്ങൾ പ്രിൻ്റ് പ്രിവ്യൂ യുവർ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ, അത് നമ്മളത് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്തേന് ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റില്ല. നിങ്ങൾ പറയുമ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ മാറുന്നുണ്ടല്ലോ എന്ന് പറയും, പക്ഷേ നമുക്ക് അവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് പോയി. അപ്പോൾ നിങ്ങൾ തിരിച്ച് ഇവിടത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സേവ് ആവില്ല. നിങ്ങൾ എന്ത് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാലും സേവ് ആവില്ല. സേവ് ഓപ്ഷൻ പോയി. ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഒന്നും വരില്ല, വ്യൂ ആപ്ലിക്കേഷൻ എന്നാണ് ഇവിടെ വരിക. അപ്പോൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. നേരത്തെ നോക്കിയ 2 തിരുത്തിയിട്ട് ഇവിടെ വീണ്ടും 1 തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിനി ഫൈനലൈസിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിനകത്ത് ഫൈനൽ എന്നിവിടെ ഉണ്ടാകും, പ്രിവ്യൂ എന്ന് മാറിയിട്ടുണ്ട്. അതുപോലെ ഇവിടെയുള്ള പ്രിവ്യൂ, ബാക്ക്ഗ്രൗണ്ടിലെ പ്രിവ്യൂ മാറിയിട്ട് അവിടെ വാട്ടർമാർക്കായിട്ട് വന്നിരിക്കുന്ന കോളേജ് ലോഗോ ആണ്. അപ്പോൾ ഫൈനലൈസ് ചെയ്തൊരു ആപ്ലിക്കേഷനിൽ ഇവിടെ ഫൈനൽ എന്നാണ് ഉണ്ടാക്കുക. ഫൈനലൈസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ആപ്ലിക്കേഷൻ ഇതിനകത്ത് പ്രിവ്യൂ എന്നുണ്ടാവും, ഇവിടെയും പ്രിവ്യൂ ഉണ്ടാവും. ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ എന്നുണ്ടാകും, കോളേജ് ലോഗോ ഉണ്ടാവും വാട്ടർമാർക്കായിട്ട്, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ കോളേജ് ലോഗോ ഉണ്ടാവും. ഇതാണ് കംപ്ലീറ്റഡ് ആപ്ലിക്കേഷൻ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആണെന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ ലോഗ് ഔട്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ആപ്ലിക്കേഷൻ. നിങ്ങൾ ഇന്ന് ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തിട്ട് നാളെ നിങ്ങൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു, വേറൊരു ദിവസം ഫൈനലൈസോ അങ്ങനെ ചെയ്താലും മതി. ലാസ്റ്റ് ഡേറ്റിന് മുന്നേ ആയിട്ട് ഫൈനലൈസ് ചെയ്യാൻ സബ്മിറ്റ് ചെയ്താൽ നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കറക്റ്റാക്കി ഇൻഫർമേഷൻ ബ്രോഷറൊക്കെ വായിച്ച് ഓക്കെ ആണെന്ന് തോന്നിയിട്ട് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്താൽ സബ്മിറ്റ് ചെയ്താൽ മതി. ലോഗ് ഔട്ട് ചെയ്യുക. ലോഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷനകത്ത് നിങ്ങൾ കാണാവുന്നതാണ്. ഇതിനകത്ത് നോക്ക്. അപ്പോൾ ഡാഷ്ബോർഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹോം പേജിലേക്ക്, അഡ്മിഷൻ്റെ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് കാണും, ഫൈനലൈസ്ഡ് കാണും, ഇൻകംപ്ലീറ്റ്, എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് ക്ലിക്ക് ചെയ്താൽ കിട്ടും. ഇത് പബ്ലിക്കാണ് ഈ ഡാറ്റ മുഴുവൻ. ഈ കാര്യങ്ങൾ മീൻസ് എത്ര രജിസ്ട്രേഷൻസ് ഉണ്ട് ആ കാര്യങ്ങളൊക്കെ, അല്ലാതെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസും അല്ല. ഇതൊക്കെ പബ്ലിക്കാണ് ഈ കാര്യങ്ങൾ, രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്. ഇത് ഒരു ആപ്ലിക്കേഷൻ ഫൈനലൈസ്ഡ് ആണ്, 2 ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻസ് കിട്ടുമ്പോൾ നമ്മുടെ അഡ്മിഷൻ കമ്മിറ്റി ആപ്ലിക്കേഷൻസ് ഓൺലൈനായിട്ട് ചെക്ക് ചെയ്യും, ഡോക്യുമെൻറ്റ്സ് ഒക്കെ കറക്റ്റാണ്, കുട്ടി അപ്ലിക്കൻ്റ് കൊടുത്ത ഡാറ്റ കറക്റ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്യും. ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് അപ്രൂവ്ഡ് ലിസ്റ്റിനകത്ത് വരും. അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിജക്റ്റഡ് ലിസ്റ്റിലേക്ക് പോകും. ഇനി നോട്ട് അപ്രൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കും, എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നോട്ട് അപ്രൂവ്ഡ് എന്ന് പറയുന്ന ലിസ്റ്റിലുണ്ടാവുക. കുട്ടിക്ക് അപ്ലിക്കൻറ്റിന് ഇൻറ്റിമേഷൻ മെയിൽ പോകുന്നതായിരിക്കും, നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്തോ കാരണങ്ങൾ കൊണ്ട് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്, റിജക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നോട്ട് അപ്രൂവ് ചെയ്തിട്ടുണ്ട്, നോട്ട് അപ്രൂവ് ചെയ്തത് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നോട്ട് അപ്രൂവ്ഡ് ആണെങ്കിൽ ഇവിടെ നോട്ട് അപ്രൂവ്ഡ് ആപ്ലിക്കേഷൻ നമ്പർ വരും, കാൻഡിഡേറ്റിൻ്റെ ആപ്ലിക്കൻ്റെ പേര് വരും, എന്തുകൊണ്ടാണത് നോട്ട് അപ്രൂവ് ചെയ്തതെന്നുള്ള റീസൺ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ അഡ്മിഷൻ്റെ ഹെൽപ്പ് ലൈനിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഹെൽപ്പ് ഡെസ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ ഇനേബിൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്നുകൂടെ കറക്റ്റ് ചെയ്യുക, ലാസ്റ്റ് ഡേറ്റിന് മുന്നേ വീണ്ടും ഈ പറഞ്ഞ പോലെ ഫൈനലൈസ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക.